നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. രാജ്യം 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. കോട്ടയത്ത് ജില്ലാതല ആഘോഷം. ഭരണഘടനാ തത്വങ്ങൾ വെല്ലുവിളിക്കപ്പെടുന്നത് ഭയമുളവാക്കുന്നതായി മന്ത്രി വി.എൻ. വാസവൻ. ദേശീയ സമ്മതിദായക ദിനം ആചരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ യുവതലമുറ പങ്കാളികളാകണമെന്ന് ജില്ലാ കളക്ടർ വി. വിഘ്നേശ്വരി. ഇളംകുളം ഭക്തിസാന്ദ്രം. ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവം 4ാം ദിവസത്തിൽ ഉത്സവബലി തൊഴുത് ഭക്തർ. വാർത്തകൾ വിശദമായി. വർഗീയ ചിന്തകൾ ഭൂരിപക്ഷത്തിന്റേതായാലും ന്യൂനപക്ഷത്തിന്റേതായാലും രണ്ടും രാജ്യത്തിന് ആപത്താണെന്ന് മന്ത്രി വി.എൻ. വാസവൻ. കോട്ടയത്ത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പതാക ഉയർത്തിയ ശേഷം സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി. രാജ്യം 75ാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. കോട്ടയത്ത് നടന്ന ജില്ലാതല ആഘോഷങ്ങളിൽ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ചില മേഖലകളിലെങ്കിലും ഭരണഘടനാ തത്വങ്ങൾ വെല്ലുവിളിക്കപ്പെടുന്നതും ഫെഡറൽ സംവിധാനങ്ങൾക്ക് വെല്ലുവിളി ഉയരുന്നതും സ്ഥിതി സമത്വം അട്ടിമറിക്കപ്പെടുന്നതും അത്യന്തം ഭയാനകമാണെന്ന് റിപ്പബ്ലിക് ദിനത്തിൽ മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. ഏതു മതത്തിൽ പിറന്നുവെന്നതല്ല, എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് പ്രധാനം. വർഗീയ ചിന്തകൾക്കെതിരെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനാവണം. വർഗീയത ഭൂരിപക്ഷത്തിന്റേതായാലും ന്യൂനപക്ഷത്തിന്റേതായാലും അപകടമാണെന്നും മന്ത്രി പറഞ്ഞു. ഈ മഹാഭാരതത്തിലെ നാനാജാതി ബഹുസ്വരത ഉയർത്തിപ്പിടിക്കുന്ന രൂപത്തിൽ രാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളും എല്ലാ തരത്തിലുള്ള മതവിഭാഗങ്ങളും എല്ലാ ചിന്തകൾക്കും അവകാശങ്ങളും അംഗീകാരങ്ങളും നൽകുന്ന തരത്തിലാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഭൂരിപക്ഷ ചിന്താഗതികളെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നാൽ അത് ന്യൂനപക്ഷത്തിനുണ്ടാകുന്ന പ്രത്യാഘാതം വലുതാണ്. രാജ്യത്ത് വർഗീയ ചിന്തകൾ ഭൂരിപക്ഷത്തിൻ്റെതായിരുന്നാലും ന്യൂനപക്ഷത്തിൻ്റെതായിരുന്നാലും രണ്ടും രാജ്യത്തിന് ആപത്താണ്. ആ വർഗീയ ചിന്തകൾക്കെതിരായി മതനിരപേക്ഷത നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.വി. ബിന്ദു, ജില്ലാ കളക്ടർ വി. വിഘ്നേശ്വരി, കോട്ടയം നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, ജില്ലാ പോലീസ് മേധാവി കെ. കാർത്തിക്, എ.ഡി.എം. ജി. നിർമ്മൽകുമാർ, പാലാ ആർ.ഡി.ഒ. പി.ജി. രാജേന്ദ്രബാബു എന്നിവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പ്ലാറ്റൂണുകളുടെ പ്രകടനം ശ്രദ്ധ നേടി. 22 പ്ലാറ്റൂണുകൾ അണിനിരന്നു. യൂണിഫോം സേനകളിൽ കേരള സിവിൽ പോലീസ് 1ാം സ്ഥാനം നേടി. 22 പ്ലാറ്റൂണുകളാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ കോട്ടയത്ത് അണിനിരന്നത്. കുറവിലങ്ങാട് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ടി. ശ്രീജിത്തായിരുന്നു പരേഡ് കമാൻഡർ. റിപ്പബ്ലിക് ദിന സന്ദേശത്തിന് ശേഷം പരേഡിൽ മുന്നിലെത്തിയവർക്കുള്ള ട്രോഫികളും മന്ത്രി വി.എൻ. വാസവൻ സമ്മാനിച്ചു. യൂണിഫോം സേനകളിൽ കേരള സിവിൽ പോലീസ് 1ാം പ്ലാറ്റൂൺ 1ാം സ്ഥാനത്തിനും എക്സൈസ് 2ാം സ്ഥാനത്തിനും അർഹരായി. കേരള സിവിൽ പോലീസ് 1ാം പ്ലാറ്റൂണിനെ നയിച്ച കോട്ടയം ഹെഡ്ക്വാർട്ടേഴ്സ് റിസർവ് സബ് ഇൻസ്പെക്ടർ ബിറ്റു തോമസ് ആണ് മികച്ച പ്ലാറ്റൂൺ കമാൻഡർ. എൻ.സി.സി. സീനിയർ ഡിവിഷൻ ബോയ്സിൽ ബസേലിയസ് കോളേജ് 1ഉം കോട്ടയം MDHSS 2ാം സ്ഥാനവും നേടി. എൻ.സി.സി. സീനിയർ ഡിവിഷൻ പെൺകുട്ടികളിൽ കോട്ടയം MD സെമിനാരി HSS 1ാം സ്ഥാനവും കോട്ടയം ബസേലിയസ് കോളേജ് 2ാം സ്ഥാനവും നേടി. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് വിഭാഗത്തിൽ ഏറ്റുമാനൂർ MRS 1ഉം കോട്ടയം മൗണ്ട് കാർമൽ 2ാം സ്ഥാനവും നേടി. സ്കൗട്ട് വിഭാഗത്തിൽ കുടമാളൂർ സെന്റ് മേരീസ് UP സ്കൂൾ 1ാം സ്ഥാനവും പള്ളം CMS ഹൈസ്കൂൾ 2ാം സ്ഥാനത്തും എത്തി. ബാൻഡ് പ്ലാറ്റൂണുകളിൽ കോട്ടയം മൗണ്ട് കാർമൽ GHS 1ാം സ്ഥാനത്തും കട്ടച്ചിറ മേരി മൗണ്ട് പബ്ലിക് സ്കൂൾ 2ാം സ്ഥാനത്തുമെത്തി. പ്ലാറ്റൂണുകൾക്ക് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ പ്രത്യേക പുരസ്കാരത്തിന് കോളേജ് തലത്തിൽ കോട്ടയം MD സെമിനാരി HSSലെ NCC സീനിയർ ഡിവിഷൻ പെൺകുട്ടികൾ 1ാം സ്ഥാനത്തിനും കോട്ടയം ബസേലിയസ് കോളേജ് NCC സീനിയർ ഡിവിഷൻ പെൺകുട്ടികൾ 2ാം സ്ഥാനത്തിനും അർഹരായി. സ്കൂൾ തലത്തിലെ മൗണ്ട് കാർമൽ GSSലെ ഗൈഡ്സ് പ്ലാറ്റൂൺ 1ാം സ്ഥാനത്തിനും വടവാതൂർ ജവഹർ നവോദയ വിദ്യാലയത്തിലെ NCC ജൂനിയേഴ്സ് 2ാം സ്ഥാനത്തിനും അർഹരായി. ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം വിവിധ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. ഭാരതം അതിപാവനം സുഖശീതളം അതിമോഹനം ഗാധികർ പാടും നമ്മുടെ നാടിൻ ധീരവീരചരിതം.
ജില്ലാതല റിപ്പബ്ലിക് ദിന ചടങ്ങുകളിൽ ശ്രദ്ധാകേന്ദ്രമായി ഭിന്നശേഷിക്കാർക്കായുള്ള വികാസ് വിദ്യാലയ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സംഘനൃത്തം. കോട്ടയം മുള്ളൻകുഴി വികാസ് വിദ്യാലയത്തിലെ മാനസികമായി വെല്ലുവിളി നേരിടുന്ന കുട്ടികളും മുതിർന്നവരുമായ 7 വിദ്യാർത്ഥികളാണ് ചടുലമായ നൃത്തം പോലീസ് ഗ്രൗണ്ടിലെ വേദിയിൽ അവതരിപ്പിച്ചത്. സ്കൂളിലെ നൃത്താധ്യാപകനായ ജോബിന്റെ കീഴിൽ 1 വർഷമായി നൃത്തം അഭ്യസിക്കുന്നവരാണിവർ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ദേശീയ സമ്മതിദായക ദിനം ആചരിച്ചു. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ യുവതലമുറ പങ്കാളികളാകണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. വോട്ട് ചെയ്യുന്നതിനോളം മഹത്തരം മറ്റൊന്നുമില്ല. ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും എന്ന സന്ദേശവുമായി 14ാമത് ദേശീയ സമ്മതിദായക ദിനം ജില്ലയിൽ ആചരിച്ചു. ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം, സ്വീപ്പ് ആൻഡ് ഇലക്ടറൽ ലിറ്ററസി ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ CMS കോളേജിലെ ജോസഫൈൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ യുവതലമുറ പങ്കാളിയാകണമെന്നും ഓരോ വോട്ടും പ്രധാനമാണെന്നും എല്ലാവരെയും വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ഞാൻ ഒരാള് വോട്ട് ചെയ്യാതിരുന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നു ചിന്തിക്കരുത്. പക്ഷെ ഇതുപോലെ 1000 പേർ 10,000 പേർ ചിന്തിച്ചാൽ മതി, ആള് മാറിപ്പോകും. നമ്മുടെ വോട്ട് ഡിഫറൻസ് വളരെ കുറവാണ്, എല്ലാവർക്കും അറിയാം. ഓക്കെ, ഒരു വോട്ടിനുള്ളത് വളരെ റെയർ ആയെങ്കിലും പോലും thousands of votes is definitely a game changer. പിന്നെ ഞാൻ വോട്ട് ചെയ്യുന്ന ഒരു അരമണിക്കൂർ മാത്രം പോലും ചെലവഴിക്കാതെ പിന്നെ ഇത് ശരിയല്ല, അത് ശരിയല്ല, ഇങ്ങനെയല്ല, നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല സംഭവങ്ങൾ നടക്കുന്നുണ്ട്, നമുക്ക് അസംബ്ലിയിലോ പാർലമെന്റിലോ പറയുന്നത് ശരിയാവത്തില്ല. ഓക്കെ. ചടങ്ങിൽ സ്വീപ് നോഡൽ ഓഫീസർ അമൽ മഹേശ്വരൻ അധ്യക്ഷത വഹിച്ചു. സ്വീപ് ജില്ലാ ഐക്കൺ ശ്രുതി സിത്താര സമ്മതിദായക ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച BLOമാരായ AN ഉഷാകുമാരി, ഉണ്ണികൃഷ്ണൻ നായർ എന്നിവരെ ചടങ്ങിൽ കളക്ടർ അനുമോദിച്ചു. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്വീപിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി. ഏറ്റവും കൂടുതൽ എൻറോൾമെന്റ് നടത്തിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരങ്ങളും സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ കളക്ടർ വിതരണം ചെയ്തു. ദേശീയ സമ്മതിദായക ദിനത്തിന്റെ ഭാഗമായി എങ്ങനെ വോട്ട് ചെയ്യാം എന്ന് പരിചയപ്പെടുത്തലും കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തവും അരങ്ങേറി. തഹസിൽദാർ SN അനിൽകുമാർ, സ്കൂൾ ഇലക്ഷൻ ക്ലബ് ജില്ലാ കോർഡിനേറ്റർ സാജന്റ് അലക്സ്, CMS കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ വർഗീസ് C ജോഷുവ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇളംകുളം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ തിരുവുത്സവം 4ാം ദിവസത്തിലെത്തി. ഉച്ചയ്ക്ക് നടന്ന ഉത്സവ ബലി ദർശിക്കാൻ 100 കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്തി. ഇളംകുളം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ തിരുവുത്സവം ആഘോഷപൂർവ്വം കൊണ്ടാടി വരുന്നു. നാടിന് അനുഗ്രഹം ചൊരിയുന്ന ഇളംകുളത്തപ്പനെ കാണാൻ 100 കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലെത്തുന്നത്. ഉത്സവത്തിന്റെ 4ാം ദിനമായ വെള്ളിയാഴ്ച വിശേഷാൽ പൂജകൾക്ക് ശേഷം നവകം, ഉത്സവബലി എന്നീ ചടങ്ങുകൾ നടന്നു. ഉത്സവബലി ദർശിക്കാൻ 100 കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. തിങ്കളാഴ്ചയാണ് പള്ളിവേട്ട. അന്നേ ദിവസം വൈകുന്നേരം 4 മണിക്ക് കാഴ്ചശ്രീബലി നടക്കും. ജനുവരി 30 ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്കാണ് കൊടിയിറക്ക്. തുടർന്ന് ദേവൻ ആറാട്ടിനായി പുറപ്പെടും. വെള്ളാങ്കാവ് ആറാട്ടുകടവിലാണ് തിരുവാറാട്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കേരളത്തിൽ നിന്നും അയോധ്യയിലേക്ക് തീർത്ഥാടകർക്കായുള്ള ട്രെയിൻ സർവീസ് ഫെബ്രുവരി 1 ആരംഭിക്കും. ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും 1500 പേർക്ക് 2 മാസത്തിനുള്ളിൽ അയോധ്യ കണ്ട് മടങ്ങാൻ കഴിയുന്ന രീതിയിലാണ് ട്രെയിൻ സർവീസ് എന്ന് BJP ജില്ലാ പ്രസിഡന്റ് G ലിജിൻലാൽ അറിയിച്ചു. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും ഒരു ട്രെയിൻ അയോധ്യയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഏകദേശം 1000-1400 ആളുകൾക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയ ചെലവിൽ അവർക്ക് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു AC ട്രെയിനാണ്. അപ്പോൾ ഇവിടുത്തെ സാധാരണക്കാർക്ക് ഈ കാലഘട്ടത്തിൽ അയോധ്യയുടെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് 500 കൊല്ലങ്ങൾക്കിപ്പുറം ആളുകൾ സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ യാഥാർത്ഥ്യമാകുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നുള്ള ആളുകൾക്ക് അവസരമൊരുക്കുക. കാരണം ഇത്രയും പണം മുടക്കിക്കൊണ്ട് പോകാൻ എല്ലാവരെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ സാധാരണ ആളുകൾക്കും പോയി അവിടെയും ആ കാഴ്ചപ്പാട് അങ്ങനെയാണ്. സാധാരണ ജനങ്ങൾക്ക് പോയി കണ്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കുകയാണ്. കഥാകാരി സ്മിത R നായരുടെ ചെറുകഥാ സമാഹാരം പ്രകാശനം ചെയ്തു. കഥയുറങ്ങും കിതാബ് എന്ന പേരിലാണ് ചെറുകഥാ സമാഹാരം പുറത്തിറക്കിയിരിക്കുന്നത്.
പനമറ്റം സ്വദേശിനി കഥാകാരി സ്മിത ആർ നായരുടെ ചെറുകഥാ സമാഹാരം പ്രകാശനം ചെയ്തു. കഥയുറങ്ങും കിതാബ് എന്ന പേരിലാണ് ചെറുകഥകളുടെ സമാഹാരം പുറത്തിറക്കിയത്. പനമറ്റം തെക്ക് NSS കരയോഗം ഹാളിൽ ജനകീയ വനിതാവേദി സെക്രട്ടറി AR മീന ഉദ്ഘാടനം ചെയ്തു. ദേശാഭിമാനി വായനശാല പ്രസിഡന്റ് KN രാധാകൃഷ്ണപിള്ള അധ്യക്ഷനായി. മോഹനകുമാരി അമ്മ, ദേവകി അമ്മ എന്നിവർ ചേർന്ന് പുസ്തകം പ്രകാശനം ചെയ്തു. KR മന്മഥൻ പുസ്തകം ഏറ്റുവാങ്ങി. എഴുത്തുകാരി CK ജയശ്രീ, ഷിബു K, വിനയബോസ്, ലതിക TK തുടങ്ങിയവർ പങ്കെടുത്തു. നാലിതൾ, നേർക്കാഴ്ചകൾ, വിസ്മിതം എന്നിവയാണ് സ്മിത ആർ നായരുടെ മറ്റു രചനകൾ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാമ്പാടി 13-ാം മൈലിൽ മലങ്കര ആയുർവേദിക് വെൽനസ് ആൻഡ് ട്രീറ്റ്മെന്റ്സ് ഉദ്ഘാടനം ചെയ്തു. ചാണ്ടിയുമ്മൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പാമ്പാടി 13-ാം മൈലിൽ മലങ്കര ആയുർവേദിക് വെൽനസ് ആൻഡ് ട്രീറ്റ്മെന്റ്സ് LLP പ്രവർത്തനം തുടങ്ങി. ചാണ്ടിയുമ്മൻ MLA സെന്ററിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. സംരക്ഷിക്കുവാൻ ഞാൻ കടപ്പാടുണ്ട്. അപ്പോൾ അച്ഛനോട് പ്രത്യേകം നന്ദി ഞാൻ പറയാം. ഇങ്ങനൊരു വെൽനസ് ക്ലിനിക്ക് നടത്തുമ്പോൾ അങ്ങ് രാജ്യസേവനമാണ് നടത്തുന്നത്, അങ്ങ് ഈ നാടിന് വേണ്ടിയാണ് ചെയ്യുന്നത്, ഇവിടുത്തെ ആൾക്കാർ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ ചെയ്യുന്നത്. ഓരോരുത്തരും ഇങ്ങനെ മുന്നിട്ടിറങ്ങി ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് അങ്ങ് ചെയ്യുന്നത് എന്ന് പ്രത്യേകം. കൂരപ്പട പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല ചെറിയാൻ അധ്യക്ഷയായി. ഫാദർ PA തോമസ് കോർ എപ്പിസ്കോപ്പ, ഡോക്ടർ C ഷാബു, ബാബു വട്ടക്കുന്നേൽ, ഗീവർഗീസ് പാറയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ സെന്റർ പ്രവർത്തിക്കും. OP-IP വിഭാഗങ്ങൾ പ്രവർത്തിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയത്ത് PDPയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണഘടനാ സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു. നിരവധി പേർ സംഗമത്തിൽ പങ്കാളികളായി. PDP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണഘടനാ സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു. കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നടന്ന സംഗമം ജില്ലാ സെക്രട്ടറി സക്കീർ കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഭരണഘടന ഒരു പുല്ലുവില പോലും കൽപ്പിക്കാതെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായ ഒരു അള്ളാഹുവിന്റെ നാമം മുഴങ്ങുന്ന ബാബരി മസ്ജിദ് സംഘപരിവാർ ശക്തികൾ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി. ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് ഇവിടെ നടക്കുന്നതെല്ലാം. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഭരണഘടന ഏതെല്ലാം രീതിയിലാണോ മാറ്റാൻ ശ്രമിക്കുന്നത് ആ രീതിയിൽ കൂടെയെല്ലാം ഈ ഭരണഘടനയെ മാറ്റുവാനും ശ്രമിക്കുകയാണ്. നമുക്കറിയാം ഈ നശിച്ച ഈ ഭരണകൂടം ഇന്ത്യൻ മഹാരാജ്യത ആപത്താണ്. ജില്ലാ കൺവീനർ BA മുഹമ്മദ് ബഷീർ, നേതാക്കളായ ഷിഹാബ് പടിഞ്ഞാറ്റിൻചിറ, അൻസർ ഷാ കുമ്മനം, നിസാർ സംക്രാന്തി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ഭരണഘടനാ സംരക്ഷണ പ്രതിജ്ഞയും എടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അറിയിപ്പ്. കോട്ടയം കെൽട്രോണിന്റെ ആലുവയിലെ നോളജ് സെന്ററിലൂടെ ഹ്രസ്വകാല തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിക്കാൻ അവസരം. വെയർഹൌസ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ്, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ട്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ്, ഗ്രാഫിക്സ് ആൻഡ് വിഷ്വൽ എഫക്ട്, ടോട്ടൽ സ്റ്റേഷൻ സർവേ, ഓട്ടോകാഡ് തുടങ്ങിയ മേഖലകളിലെ ഹ്രസ്വകാല കോഴ്സിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 8136802304. കോട്ടയം ജനറൽ ആശുപത്രിയിൽ റേഡിയോഗ്രാഫറുടെ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ 2 ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിനായി വാക്കിൻ ഇന്റർവ്യൂ ഫെബ്രുവരി 2-ന് 10:30 നടത്തുന്നു. കേരള പാരാമെഡിക്കൽ കൗൺസിലിന്റെ രജിസ്ട്രേഷനുള്ള സർക്കാർ അംഗീകൃത കോളേജിൽ നിന്നുള്ള ഡിപ്ലോമ ഇൻ റേഡിയോളജി, BSc റേഡിയോളജി യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഫോട്ടോ പതിച്ച ബയോഡേറ്റയും സഹിതം കോട്ടയം ജനറൽ ആശുപത്രിയിൽ ഹാജരാകണം. ഫോൺ 0481256361. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യം 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. കോട്ടയത്ത് ജില്ലാതല ആഘോഷം. ഭരണഘടനാ തത്വങ്ങൾ വെല്ലുവിളിക്കപ്പെടുന്നത് ഭയമുളവാക്കുന്നതായി മന്ത്രി VN വാസവൻ. ദേശീയ സമ്മതിദായക ദിനം ആചരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ യുവതലമുറ പങ്കാളികളാകണമെന്ന് ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി. ഇളംകുളം ഭക്തിസാന്ദ്രം. ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവം 4ാം ദിവസത്തിൽ ഉത്സവ ബലി തൊഴുത് ഭക്തർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.